ഹലോ വെൽക്കം ടു പെപ്ലേൺ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊന്ന്, വലിയ പാരമ്പര്യമുള്ള ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സുകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെയുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതിൻ്റെ അഡ്മിഷൻ ബുക്ക്ലെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് AMU കൺട്രോളർ exams.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് കയറാം. അതിൽ പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിൽ CUT-യിലൂടെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഗൈഡ് ടു അഡ്മിഷൻ 2024-25 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ടു അഡ്മിഷൻ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അലിഗഡിൻ്റെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ള ആൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടമായി വരുന്ന കണ്ടൻറ്റുകൾ, എങ്ങനെയാണ് അവിടെ ഫീസ് സ്ട്രക്ചറുകൾ, ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലുമാണ് പ്രധാനപ്പെട്ട കോഴ്സുകളുള്ളത്. പിന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് അവിടെ. ഈ പറയുന്ന PG, PhD, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ സ്വഭാവത്തിലൊക്കെ വരുന്ന ഒരുപാട് കോഴ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. കമ്മ്യൂണിറ്റി സയൻസ്, അഗ്രികൾച്ചർ, മൈക്രോബയോളജി, എൻറ്റമോളജി, പ്ലാന്റ് പാത്തോളജി, നെമറ്റോളജി, അഗ്രി ബിസിനസ്, MTech, MSc പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. MBA പ്രോഗ്രാംസ്. അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് ആർട്സിലേക്ക് വരുന്ന സമയത്ത് BA ഓണേഴ്സ് പ്രോഗ്രാമുകൾ, ലാംഗ്വേജിൽ വരുന്ന കോഴ്സുകൾ, അതുപോലെ തന്നെ BVA വിഷ്വൽ കോഴ്സുകൾ, MA കോഴ്സുകൾ, അറബിക്, പേർഷ്യൻ, സംസ്കൃത്, മലയാളം ഉള്ള അപൂർവം സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി. അലിഗഡിലും അതുപോലെ തന്നെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുമാണ് മലയാളം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം പണ്ട് മുതലേ ഉള്ളതാണ്, വളരെ മികച്ച ഡിപ്പാർട്ട്മെൻറ്റാണ്. ബംഗാളി, ലിംഗ്വിസ്റ്റിക്സ്, ഫിലോസഫി, ഉറുദു, ഹിന്ദി തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകൾ കാണാം. പിന്നെ കൊമേഴ്സിൽ BCom കോഴ്സുകളുണ്ട്, BBA ഉണ്ട്, MCom ഉണ്ട്, MBAയിലും ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അത്തരത്തിൽ PG ഡിപ്ലോമ ഇൻ ബാങ്കിങ്, റിസ്ക് ആൻഡ് ഇൻഷുറൻസ് മാനേജ്മെൻറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BTech പ്രോഗ്രാമുകൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BArch കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ MTech പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്പെഷ്യലൈസേഷൻ MTech-ൽ പോളിടെക്നിക്ക്, വിമൺ പോളിടെക്നിക് ആയിട്ടുള്ളതുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ BA ഓണേഴ്സ് കോഴ്സുകൾ, അതുപോലെ തന്നെ MA കോഴ്സുകൾ. ലോയിൽ LLB കോഴ്സുകളുണ്ട്. LLB കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ മലപ്പുറം ക്യാമ്പസ് ഉണ്ട്. മലപ്പുറത്ത് അലിഗഡ് മലപ്പുറം ക്യാമ്പസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് BLLB കോഴ്സ് പഠിക്കാം. അതുപോലെ തന്നെ മുർഷിദാബാദ് വെസ്റ്റ് ബംഗാളിൽ ക്യാമ്പസ് ഉണ്ട്. അതിനെക്കുറിച്ച് വിശദമായ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസ്, MSc ബയോടെക്നോളജി, അങ്ങനെയുള്ള സയൻസിൽ വരുന്ന കോഴ്സുകൾ, മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ MBA കോഴ്സുകൾ. MBAയും മലപ്പുറം സെൻറ്ററിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ പെരിന്തൽമണ്ണയിലാണ് മലപ്പുറം ക്യാമ്പസ് ഉള്ളത്. അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ, MBBS അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. MDBS, MD ഒക്കെ ഉള്ള പോലെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് കോഴ്സുകളുടെ ഡീറ്റെയിൽസിന് ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ ഡിസിപ്ലിൻ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകളൊക്കെ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സ്വഭാവത്തിൽ CUT UGയിൽ വരുന്ന കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോസസ്സാണ് ഉണ്ടാവുക. നിങ്ങൾ ആദ്യം CUT അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ CUT സമർത്ഥിൽ വെബ്സൈറ്റിൽ അപേക്ഷിക്കണം. CUT എൻട്രൻസ് എക്സാമിനേഷൻ കൊടുക്കണം. അതിനുശേഷം അലിഗഡിൻ്റെ എക്സാമിനേഷൻ ഇതിൽ CUT സ്പെസിഫിക് ആയിട്ടുള്ളത് അപേക്ഷ പ്രത്യേകം കൊടുക്കണം എന്നുള്ള സാധനമാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് അഡ്മിഷൻ്റെ ഒരു റൂളും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ്സ് ആണ് പ്രധാനമായിട്ടും. ഓരോ കോഴ്സിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയിരിക്കും അപ്ലിക്കേഷൻ സ്വഭാവത്തിലേക്കായിട്ട് ഉണ്ടാവുക.
ടെസ്റ്റ് സെൻറ്ററുകളെ കുറിച്ചുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ടെസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ സമയത്ത് പ്രധാനമായിട്ടും അലിഗഡ് മെയിൻ ക്യാമ്പസിൽ തന്നെയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അലിഗഡ് മെയിൻ ക്യാമ്പസിൽ നടക്കുന്ന എക്സാമിനേഷന് പുറമെ ചില കോഴ്സുകൾക്ക് മറ്റ് സെൻറ്ററുകൾ ഉണ്ടാകും. അപ്പോൾ ബിടെക് കോഴ്സിന് എന്തുണ്ട്, കോഴിക്കോട് സെൻറ്റർ ഉണ്ട്. ഡിപ്ലോമ കോഴ്സിന് ഈ പറയുന്ന സ്വഭാവത്തിലൊക്കെയുള്ള സെൻറ്ററുകൾ വരുന്നുണ്ട്. BA LLB BEd MBA അതുപോലെ തന്നെ MSW അതുപോലെ തന്നെയുള്ള MBAൻ്റെ മറ്റു സ്പെഷ്യലൈസേഷൻസിന് കോഴിക്കോട് സെൻറ്റർ ഉണ്ട്. BA ഓണേഴ്സ് BSc ഓണേഴ്സ് BCom ഹോണേഴ്സിന് കോഴിക്കോട് സെൻറ്റർ ഉണ്ട്. അപ്പോൾ കേരളത്തിലാകെ കോഴിക്കോട് മാത്രമേ സെൻറ്റർ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റു കോഴ്സുകൾക്കെല്ലാം അലിഗഡ് UP തന്നെയാണ് സെൻറ്റർ ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ കോഴ്സുകൾ ഓരോ കാറ്റഗറി അനുസരിച്ച് MPhil PhD അതുപോലെ തന്നെ കാറ്റഗറി വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ PG ലെവലിൽ സ്വഭാവത്തിലൊക്കെ വരുന്ന കാറ്റഗറൈസേഷൻ ഉണ്ട്. പിന്നെ കോഴ്സുകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട സംഗതികൾ, സീറ്റ് എത്രയാണ് ഓരോ ഈ പറയുന്ന സ്വഭാവത്തിലുള്ള ഓരോ കാറ്റഗറി വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. മറ്റ് സ്റ്റേറ്റുകളിലുള്ള ക്ലെയിംസ് സംഗതികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മദ്രസകൾ അത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ച ആളുകൾക്കും അലിഗഡിൽ ഈ കോഴ്സുകൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ റെഗുലർലി ഡിഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പം കേരളയിൽ ഉസൂലുദ്ദീനും അഫ്സലുലുമും ഒക്കെ പഠിച്ച ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിനുള്ള ഇക്വലൻസി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലിഗഡിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? യൂസർ നെയിം വേണം, ഇമെയിൽ വേണം, കാൻഡിഡേറ്റിൻ്റെ പേര്, ഇമെയിൽ ID, ആധാർ നമ്പർ, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഡീറ്റെയിൽസ് സാധനങ്ങളൊക്കെ കൊടുത്തായിട്ട് കാണാം. അപ്പോൾ അലിഗഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഉദാഹരണത്തിന് ഇപ്പോൾ MSc അഗ്രികൾച്ചറാണ് ആൾ നോക്കുന്നതെങ്കിൽ 4 സെമസ്റ്ററാണ്, ഇന്ന കോഴ്സാണ്, എത്ര ഇൻടേക്ക് ആണുള്ളത്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, അതെങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിലൂടെയാണുള്ളത്, അതിന് ടെസ്റ്റിന് വരുന്ന പേപ്പർ ഡീറ്റെയിൽസ് എന്നൊക്കെ ഇതാണ്, അത് ഇത്ര മാർക്കാണ് തുടങ്ങിയിട്ടൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അതിനുശേഷം പിന്നീട് എക്സാമിനേഷൻ്റെ ഷെഡ്യൂളും വേറെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. എക്സാമിനേഷൻ്റെ ഷെഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ടുവേർഡ്സ് ദി എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് ഓരോ എക്സാമിനേഷൻ്റെയും അപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എത്രയാണ് ഈ പറയുന്ന സ്വഭാവത്തിൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതി എന്നുള്ളതാണ്. അഗ്രികൾച്ചർ കോഴ്സിന് ഓപ്പണിംഗ് ഡേറ്റ്, അതായത് മിക്ക കോഴ്സുകൾക്കും 17-ാം തീയതി അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ചിലതിന് 21-ാം തീയതിയാണ് തുടങ്ങുന്നത്. 21-ാം തീയതി അപേക്ഷ തുടങ്ങും. വിത്തൗട്ട് ലേറ്റ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു ഫീസ് കാണാം. അതുപോലെ തന്നെ വിത്ത് ലേറ്റ് ഫീ ഓഫ് 300 എന്ന് പറഞ്ഞിട്ടൊരു ഫീസ് കാണാം. പ്രധാനപ്പെട്ട കോഴ്സുകൾ ഇപ്പം BA കോഴ്സുകൾ, BA ഓണേഴ്സ് കോഴ്സുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 700 രൂപയാണ് ഫീസ് വരുന്നത്. 800 രൂപ ഫീസ് വരുന്ന കോഴ്സുകളുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന പോലെ 12/4 ഏപ്രിൽ 12 വരെയാണ് മിക്ക സമയമുള്ളത്. ചിലത് ഏപ്രിൽ 16 വരെ സമയമുള്ള കോഴ്സുകളുണ്ട്. പിന്നീട് എക്സ്ട്രാ എന്നുള്ള അർത്ഥത്തിൽ വിത്ത് ഫൈനോടുകൂടി 23 ഏപ്രിൽ വരെ അപേക്ഷിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ കോഴ്സുകളിലെ നിങ്ങൾക്ക് വേർതിരിച്ച് തന്നെ കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും മെയ് ജൂണിലൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും. മെയ് മാസത്തിൽ എക്സാമിനേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്, ഇലക്ഷനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇനി ജൂണിലായിരിക്കും മിക്കവാറും എക്സാമിനേഷൻ ഒക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ടാവുക, ഏപ്രിൽ വരെ ഈ പറഞ്ഞത്. അപ്പോൾ ചിലതൊക്കെ നീറ്റ് PGയിലൂടെ അഡ്മിഷൻ നടക്കുന്ന കോഴ്സുകളാണ്, MD പോലെയുള്ള സംഗതികളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോരോ എങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും. MA കോഴ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ഉദാഹരണത്തിന് 800 രൂപയാണ് ഫീസ് വരുന്നത്. 21-ാം തീയതിയാണ് അപേക്ഷ ആരംഭിക്കുന്നത്. വിത്തൗട്ട് ലേറ്റ് ഫീ 16/4/2024 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. 23/4/2024 ഏപ്രിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് അതിൻ്റെ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പറയുന്ന പോലെ ഓരോരോ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഏത് ത്രൂ ആണ് അഡ്മിഷൻ കൊടുക്കുന്നതെന്നുണ്ടാവും. സാധാരണഗതിയിൽ എക്സാമിനേഷൻ ഡേറ്റ് കൂടി പബ്ലിഷ് ചെയ്യാറുണ്ട്. എക്സാമിനേഷൻ ഡേറ്റ് മിക്കവാറും പിന്നീട് നോട്ടിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. PhD കോഴ്സുകൾക്ക് ഇപ്പോൾ വിളിച്ചിട്ടില്ല. ഡിഗ്രി കോഴ്സുകൾക്കും അതുപോലെ തന്നെ PG കോഴ്സുകൾക്കുമാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. സോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊള്ളുക. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെപ്പ് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിഷ് യു ആൾ ദ ബെസ്റ്റ്.